സകലമാന കേരളത്തിലേക്ക് വിശദമായി ഡ്രൈഡേയുടെ കാര്യത്തിൽ പാർട്ടി നിലപാട് തീരുമാനിച്ചിട്ടില്ലെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. മദ്യനയം തീരുമാനിക്കുന്നത് ഉദ്യോഗസ്ഥരല്ല, പാർട്ടിയും ഇടതുമുന്നണിയുമാണെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. എന്തോ പുതിയ ചർച്ച നടന്നിരിക്കുന്നു, തീരുമാനിച്ചിരിക്കുന്നു, തീരുമാനം നടപ്പാക്കാൻ പോകുന്നു എന്നെല്ലാമുള്ള രീതിയിൽ നടക്കുന്നത് അതെല്ലാം വസ്തുതക്ക് നിരക്കുന്നതല്ല എന്നാണ് പറയാനുള്ളത്. കാരണം പാർട്ടിയോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോ ഗവൺമെന്റോ ഒന്നും ചർച്ച ചെയ്യുകയോ തീരുമാനിക്കുകയോ ചെയ്യാത്ത കാര്യങ്ങൾ എല്ലാം വ്യാജമായി തയ്യാറാക്കി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് ശരിയായ ഒരു നിലപാടല്ല. ഇനി ഇതിൻ്റെ എല്ലാ അടിസ്ഥാനത്തിലാണ് പണപ്പിരിവ് നടത്തുന്നത് എന്ന വ്യാജ പ്രചരണവും ഇതിന്റെ ഭാഗമായിട്ട് സംഘടിപ്പിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ഇത്തരത്തിലുള്ള കള്ളപ്രചരണങ്ങൾ വ്യാപകമാക്കുന്നു. പ്രതിപക്ഷ നേതാവും അതുപോലെ KPCC പ്രസിഡന്റും വലിയ രീതിയിൽ ഈ പ്രചരണത്തിന് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. ഇത് ഒരു കാര്യം വളരെ വ്യക്തമാണ്. UDFന്റെ കാലത്ത് ബാർ ഉടമകൾക്ക് വേണ്ടി അവർ എടുത്തുകൊണ്ടിരിക്കുന്ന നിലപാടിന്റെ ആവർത്തനം തന്നെയാണ് LDFന്റെ കാലത്ത് എന്നുള്ള തെറ്റിദ്ധാരണയിലാണ് അവർ പെരുമാറുന്നത്. വില വർദ്ധിച്ചിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ്. അത് വരുമാനത്തിനും പ്രതിഫലിച്ചിട്ടുണ്ട്. എന്നാൽ സർക്കാരിന്റെ മദ്യവരുമാനത്തിന്റെ പങ്ക് യഥാർത്ഥത്തിൽ കുറയുകയാണ് ചെയ്തത്. അങ്ങനെയാണ് പലരും പ്രചരിപ്പിക്കുന്നത്. അത് കൂടിക്കൊണ്ട് ഇരിക്കുന്നതാണ്. അപ്പം അത് സത്യം പറഞ്ഞാൽ ആ പങ്ക് കുറയുന്ന നിലയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ആരോപണങ്ങളൊന്നും അടിസ്ഥാനപരമായിട്ട് ശരിയായതല്ല എന്നാണ് അത് സംബന്ധിച്ച് പറയാനുള്ളത്. അതൊക്കെ അടിസ്ഥാനരഹിതമാണെന്ന് ഞാൻ ആദ്യം പറഞ്ഞു. ഒരു രാജ്യവും ഇവിടെ വെക്കേണ്ട കാര്യമില്ല. മദ്യനയം സംബന്ധിച്ച് ചർച്ച ചെയ്തിട്ടേയില്ല. ചെയ്യാതെ മദ്യനയത്തെ സംബന്ധിച്ചിടത്തോളം ചർച്ച ചെയ്തു എന്ന് പ്രഖ്യാപിക്കുകയാണ്. അതിനടിസ്ഥാനമില്ല, അടിസ്ഥാനരഹിതമായ ആരോപണമാണ്. അതുകൊണ്ട് മന്ത്രിയായി വെക്കേണ്ട കാര്യമൊന്നും ഇതിൻ്റെ അകത്ത് വരുന്നില്ല. VV അരുൺ ചേരുന്നുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന്. അരുൺ, വീണ്ടും ഒരു ബാർക്കോഴ വിവാദം അത് ശബ്ദ സന്ദേശമായി പുറത്തു വരുന്ന സാഹചര്യത്തിൽ ഈ LDF കൺവീനർ CPM സംസ്ഥാന സെക്രട്ടറിയുടെ വാർത്താ സമ്മേളനം അത് പൂർണ്ണമായും ബാർക്കോഴ ആരോപണത്തെ അതിനെ വിശദീകരിക്കുക, അതിനെ ന്യായീകരിക്കുക എന്നുള്ള മട്ടിലായിരുന്നു. എക്സൈസ് മന്ത്രി രാജിവെക്കണം എന്നുള്ള ആവശ്യത്തോടും അല്ലെങ്കിൽ ആ ശബ്ദ സന്ദേശത്തോടും ഒക്കെ എന്തായിരുന്നു പ്രതികരണം? ബാർക്കോഴ ആരോപണം പൂർണ്ണമായും തള്ളുകയാണ് CPMന്റെ സംസ്ഥാന സെക്രട്ടറി. ഇന്ന് CPM സംസ്ഥാന സെക്രട്ടറി യോഗം ചേർന്നു. ആ സമയത്താണ് ഈ വാർത്ത ഈ രീതിയിൽ വലിയ ചർച്ചയായി മാറിയത്. ആരോപണം പൂർണ്ണമായും തള്ളിക്കളയുകയാണ് CPM സംസ്ഥാന സെക്രട്ടറി. അത്തരമൊരു മദ്യനയം പാർട്ടിയോ മുന്നണിയോ ചർച്ച ചെയ്തിട്ടില്ല, തീരുമാനിച്ചിട്ടുമില്ല. ഇല്ലാത്ത നയത്തിനാണ് ഇപ്പോൾ പണം വാങ്ങിയെന്ന ആരോപണം വരുന്നത്. സംസ്ഥാനത്തെ മദ്യനയം തീരുമാനിക്കുന്നത് ഏതെങ്കിലും ഉദ്യോഗസ്ഥരുടെ ചർച്ച നടന്നുവെന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് അങ്ങനെ ഏതെങ്കിലും ഉദ്യോഗസ്ഥരല്ല സംസ്ഥാനത്തെ ഇടതുമുന്നണിയുടെ മദ്യനയം തീരുമാനിക്കുന്നത്. മദ്യനയം നയപരമായ ഒരു തീരുമാനമാണ്. അതുകൊണ്ട് തന്നെ പാർട്ടിയും മുന്നണിയും ചർച്ച ചെയ്യും. അത് ഇതുവരെ ഉണ്ടായിട്ടില്ല. അതിനുശേഷം മാത്രമേ മദ്യനയം നടപ്പാക്കൂ. മാത്രമല്ല ഏതെങ്കിലും അല്ലെങ്കിൽ ആരുടെ കയ്യിൽ നിന്നും പണം വാങ്ങി നയം തീരുമാനിക്കുന്ന പാർട്ടിയും മുന്നണിയുമല്ല ഇടതുമുന്നണിയും CPM എന്ന് സംസ്ഥാന സെക്രട്ടറി പറയുന്നു. UDF കാലത്ത് നടന്നതുപോലെ ഇപ്പോഴും കോഴ നൽകിയാൽ മദ്യനയം അല്ലെങ്കിൽ ബാറുകളുടെ കാര്യം തീരുമാനമാകുമെന്ന തെറ്റിദ്ധാരണയുള്ളവരാണ് ഇത് പ്രചരിപ്പിക്കുന്നത്. മാധ്യമങ്ങളും ഇതിൽ പ്രധാന പങ്കുവഹിക്കുന്നുവെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തുന്നു. UDFന് മറ്റു വിമർശനങ്ങൾ സർക്കാരിലില്ലാത്തപ്പോൾ, മറ്റു വാർത്തകളില്ലാത്തപ്പോൾ ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുകയാണ്. മന്ത്രി രാജിവെക്കണമെന്ന ആവശ്യം പൂർണ്ണമായും തള്ളിക്കളയുകയാണ് CPM നേതൃത്വം. മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടക്കേണ്ടതുണ്ട്. മന്ത്രി MB രാജേഷ് DGPക്ക് പരാതി നൽകിയത് കത്ത് നൽകി. അതുകൊണ്ട് തന്നെയാണ് ഇതിന്റെ പിന്നിലുള്ള കൃത്യമായ വസ്തുതകൾ പുറത്തുവരണം. ഇതുമായി ബന്ധപ്പെട്ട ഒരു തരത്തിലുള്ള തെറ്റും സർക്കാരിന്റെയോ മുന്നണിയുടെയോ ഭാഗത്തുണ്ടായിട്ടില്ലെന്ന് ആണ് CPM സംസ്ഥാന സെക്രട്ടറിയുടെ നിലപാട്. റൈറ്റ്, VV അരുണാണ് വിവരങ്ങൾ പങ്കുവച്ചത്. വളരെ കൃത്യമായിട്ടും CPM സംസ്ഥാന സെക്രട്ടറി ബാർക്കോഴ ആരോപണത്തെ തള്ളുകയായിരുന്നു അല്പം മുമ്പ് നടന്ന വാർത്താ സമ്മേളനത്തിൽ.